തിരുവനന്തപുരം കോർപ്പറേഷനിലെ പരാജയത്തിന് പിന്നാലെ CPIഎമ്മിനുള്ളിൽ അഭിപ്രായ പ്രകടനങ്ങൾ ഉയരുന്നുണ്ട്. പരാജയത്തിൽ മുൻ മേയർ ആര്യ രാജേന്ദ്രനെ വിമർശിച്ച് കൌൺസിൽ അംഗമായിരുന്ന ഗായത്രി ബാബു രംഗത്തെത്തി. വിവരങ്ങളുമായി ഇപ്പോൾ മനീഷ് മഹിവാൽ ചേരുന്നുണ്ട്. മനീഷ്, എന്താണ് ഈ വിമർശനം? ഉന്മേഷ്, കഴിഞ്ഞ 30 വർഷത്തിലധികമായി തങ്ങളുടെ കോട്ട കൊത്തളമെന്ന് പാർട്ടി വിശ്വസിച്ചിരുന്ന LDFന്റെ വലിയ ഇടത് കോട്ടയായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ അത് BJP കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു. 50 സീറ്റ് എന്ന മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് അവിടെ BJP വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ആ സമയത്ത് തന്നെ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഗായത്രി ബാബു, നിലവിൽ വിജയിച്ച വഞ്ചൂർ ബാബുവിന്റെ മകൾ കൂടിയാണ്, വഞ്ചൂരിൽ നിന്ന് നേരത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയായിരുന്നു. അങ്ങനെ ഗായത്രി ബാബു ഫേസ്ബുക്കിലൂടെയാണ് അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. അതായത് കഴിഞ്ഞ കാലയളവിലൊക്കെ തന്നെ ജനപ്രതിനിധികൾ എങ്ങനെയായിരുന്നു, മേയറൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഇക്കഴിഞ്ഞ 5 വർഷം പക്ഷേ അതൊക്കെ തന്നെ കളഞ്ഞു കുളിച്ചു. ഈ പോസ്റ്റിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പാർട്ടിയേക്കാൾ വലുതാണെന്ന ഭാവവും അധികാരപരമായി തന്നേക്കാൾ താഴ്ന്നവരോടുള്ള പുച്ഛവും അധികാരമായി മുകളിലുള്ളവരെ കാണുമ്പോൾ മാത്രമുള്ള അതിവിനയം ഉൾപ്പെടെ കരിയർ ബിൽഡിങ്ങിനുള്ള കോക്കസ് ആക്കി സ്വന്തം ഓഫീസ് മാറ്റി എന്ന അടക്കമുള്ള വലിയ വിമർശനങ്ങളുണ്ട്. ഒപ്പം തന്നെ തന്റെ ഓഫീസിന് മുൻപിൽ കാത്തു നിൽക്കുന്ന 4 ആളെ കാണാൻ കൂട്ടാക്കാത്ത പ്രാദേശിക നേതാക്കളെയും സഖാക്കളെയും അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാത്ത തരത്തിലുള്ള വലിയ ധാർഷ്ട്യമുള്ള മനോഭാവം കൌൺസിലിനുള്ളിൽ പോലും, അതായത് കൌൺസിലിനുള്ളിൽ പോലും ഒരു നല്ല ടീം ഉണ്ടാക്കിയെടുക്കാൻ കുറഞ്ഞ പക്ഷം സാധിച്ചിരുന്നുവെങ്കിൽ ഇത്രത്തോളം വലിയ തിരിച്ചടി തിരുവനന്തപുരം കോർപ്പറേഷൻ വരികയുണ്ടായിരുന്നില്ല എന്ന കാര്യമാണ്, അതിരൂക്ഷ വിമർശനമാണ് ഗായത്രി ബാബു ഉന്നയിച്ചത്. പിന്നീട് അത് വിവാദമായതിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റ് ശരി. ഏതായാലും അത്തരം തർക്കങ്ങൾ കൂടി ഇപ്പോൾ CPIഎമ്മിനുള്ളിൽ ഉണ്ടാകുന്നുണ്ട്. പരസ്യഭിപ്രായ പ്രകടനങ്ങൾ. മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു.